ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്ന യേശു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ പ്രവർത്തിച്ച രണ്ടാമത്തെ അത്ഭുതമായിട്ടാണ് രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്ന അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, മൃതപ്രാണനായ തൻ്റെ മകനെ രക്ഷിക്കണമെന്ന് യേശുവിൻ്റെ അടുത്ത് അപേക്ഷിക്കുന്ന രാജസേവകൻ, നിന്റെ മകൻ ജീവിക്കും എന്ന യേശുവിൻ്റെ വാക്ക് കേട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന രാജസേവകൻ വഴിയിൽ വച്ച് തന്നെ പുത്രൻ സൗഖ്യം പ്രാപിച്ചു എന്ന് അറിഞ്ഞ് രാജസേവകനും കുടുംബവും യേശുവിൽ വിശ്വസിക്കുന്നതായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുമെന്നാണ്. അതേ പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമുക്ക് സൗഖ്യം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന്. ആമേൻ.